ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കബാബ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 kg ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് 1/2 kg മിൻസ് ചിക്കൻ വാങ്ങാം, അല്ലെങ്കിൽ 1/2 kg ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയിട്ട് നമുക്കത് മിൻസ് ചെയ്യാം. അപ്പോൾ 1/2 kg ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം, അതിൻ്റെ ഒരു 3/4 ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസിലുള്ള ഒരു സവോള, സ്പ്രിംഗ് അണിയനും മല്ലിയിലയും ഞാൻ എടുക്കുന്നുണ്ട്. സ്പ്രിംഗ് അണിയൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളകും. ഇത്രയും വെജിറ്റബിൾസ് എല്ലാം കൂടി നമുക്കൊരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് മിൻസ് ചെയ്തെടുക്കണം. ചോപ്പറോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ മിക്സിയാണ് ഉപയോഗിക്കുന്നത്. അത് വിട്ടിട്ട് വിപ്പ് മോഡിൽ 2-3 തവണ നമ്മൾ അടിച്ചെടുത്താൽ അത് ഇങ്ങനെ മിൻസ്ഡ് ആയിട്ട് കിട്ടും നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം. ആ മിൻസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾക്ക് അതിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അത് നമുക്ക് കബാബിന് വേണ്ട. അപ്പോൾ നമ്മുടെ കബാബ് ഭയങ്കര ലൂസായിട്ട് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിൻസ് ചെയ്ത എല്ലാ വെജിറ്റബിൾസും കൂടി എടുത്തിട്ട് ഒരു ക്ലോത്ത്, ഞാനൊരു മസ്ലിൻ ക്ലോത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആ തുണിയിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് ഒക്കെ നമുക്ക് കളയണം. ആക്ച്വലി വാട്ടർ കണ്ടൻറ്റിൻ്റെ കൂടെ വെജിറ്റബിൾസിൻ്റെ ഗുഡ്നെസ്സും പോവും, പക്ഷേ സാരമില്ല, നല്ല ടേസ്റ്റി റെസിപ്പി ആയതുകൊണ്ട് നമുക്കതൊന്ന് ഫൊഗിവ് ചെയ്തേക്കാം ഇപ്പോൾ. അപ്പോൾ നല്ലോണം അത് പിഴിഞ്ഞ് അതിലെ വാട്ടറെല്ലാം എടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. കാരണം ഇത്രയും വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ മിൻസ് ചെയ്ത വെജിറ്റബിൾസ്, ഇതിലേക്ക് ക്യാരറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇത്രയും വെജിറ്റബിൾസ് ആണ്. ഈ മിൻസ് ചെയ്ത വെജിറ്റബിൾസ് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ബോളിലേക്ക്. ഇനി നമുക്ക് ചിക്കൻ മിൻസ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഡയറക്റ്റ് ചിക്കൻ മിൻസാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റ്, ഫ്രോസൺ ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ്, ആ തണുപ്പ് ഫുൾ വിട്ട് മാറാതെ തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനും പിന്നീട് അത് മിക്സിയിലിട്ട് മിൻസ് ചെയ്തെടുക്കാനും നമുക്ക് എളുപ്പമാവും. അതിങ്ങനെ ഒരു ചെറിയ ചെറിയ സ്മോൾ ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചിട്ട് നമ്മുടെ മിക്സി, ഏത് സൈസിലുള്ള മിക്സിയിലേക്ക് എടുത്തിട്ട് 1 2 3 അല്ല, വിപ്പ് എന്നുള്ള ഓപ്ഷനിൽ 2-3 തവണ സ്റ്റോപ്പ് ചെയ്ത് അടിച്ചെടുക്കണം. അപ്പോൾ അതാ നമുക്കിങ്ങനെ മിൻസ്ഡ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ 1/2 kg ചിക്കൻ ഫുള്ള് ഇതേപോലെ നമ്മൾ മിൻസ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ മിൻസ് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസിലേക്ക് ഈ ചിക്കൻ മിൻസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകം, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വെജിറ്റബിൾസും മസാലയും ചിക്കനും എല്ലാം നല്ലോണം ചേരണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നല്ലോണം കുറച്ച് സമയം എടുത്തിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. ഇതാണ് നമ്മുടെ കബാബിൻ്റെ ഫില്ലിങ്. ഈ ടൈമിൽ നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനും പറ്റും ഈ ടൈമിൽ. എന്നിട്ട് വേണ്ടപ്പോൾ നമുക്കെടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഇതെങ്ങനെ ആക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1/2 hour ഇതിരുന്നോട്ടെ ചിക്കനിലേക്കൊക്കെ ഒന്ന് നന്നായി പിടിക്കാനായിട്ട്. ആ ടൈമിൽ നമുക്കൊരു സിമ്പിൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, വളരെ കുറച്ച് പുതിനയില. അപ്പോൾ അതായത് നിങ്ങളൊരു പിടി മല്ലിയില എടുക്കുന്നെങ്കിൽ 2-3 ലീഫ് ഓഫ് പുതിനയില മതി. അതാണ് അതിൻ്റെ റേഷ്യോ. ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് വിനാഗിരിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിങ്ങനെ ഒരു പേസ്റ്റായിട്ട് അതിനെ അടിച്ചെടുക്കാം. ഈ പേസ്റ്റ് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് തൈര് എടുക്കുക. ആ തൈര് എടുത്തിട്ട് ഒരു 3-4 സ്പൂൺ തൈര് എടുക്കുക. അതിലേക്ക് ഈ പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ചട്നി, പുതിന മല്ലി ചട്നി നമുക്ക് കിട്ടും. ഇത് നമുക്ക് നമ്മുടെ റാപ്പ് ഉണ്ടാക്കാനും ഈ കബാബിലേക്ക് കൂട്ടിക്കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എന്നാലേ നമുക്ക് ഈ കബാബിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടുള്ളൂ ഈ ചട്നിയും കൂടെ ഉണ്ടാക്കിയാൽ. നിങ്ങൾക്ക് വേണ്ട വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. കൺസിസ്റ്റൻസി നിങ്ങളുടെ തൈരിൻ്റെ കട്ടി അനുസരിച്ചായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യേണ്ട വാട്ടറിൻ്റെ ലെവൽ വരിക. ഞാൻ കട്ടി തൈര് എടുത്തുകൊണ്ട് ഞാൻ വളരെ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവൻ, ഞാനിവിടെ കുക്കിംഗ് റേഞ്ചാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അത് പ്രീ ഹീറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ എടുക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലോണം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 180 ഡിഗ്രീസിൽ 10 മിനിറ്റ്സിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ
മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ മിക്സ് ഇതിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ വെച്ചിട്ടോ ഇതിങ്ങനെ പരത്തി നമുക്കിങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അവനോ കുക്കിംഗ് റേഞ്ചോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വേണ്ട ഷേപ്പിലാക്കിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിവിടെ ഞാൻ ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പാനിലേക്ക് നിരത്തിയിട്ട് ഞാനിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് അത് ആ ഒരു കബാബിൻ്റെ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ കബാബിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങനെ വരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സൈഡ് വേസും നമ്മളത് ലൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇപ്പം നല്ലൊരു ഭംഗിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആക്കിയിട്ട് ഇത് ഡയറക്റ്റ് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. കുക്കിംഗ് റേഞ്ച് ഇല്ലാത്തവർ അവൻ യൂസ് ചെയ്താൽ മതി. 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക. ഈ ടൈം കൊണ്ട് നമ്മുടെ അവൻ എന്തായാലും പ്രീ ഹീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നമ്മുടെ അവനിലേക്ക് വെച്ചിട്ട് 20 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അവനായാലും അത് കുക്കിംഗ് റേഞ്ച് ആയാലും അത് ഇതേ ടൈമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. കുക്കിംഗ് റേഞ്ച് ആകുമ്പോൾ ശ്രദ്ധിക്കുക, മിഡ് സെക്ഷനിലാണ് നിങ്ങളിത് വെക്കേണ്ടത്. ഞാനിത് ലോവർ സെക്ഷനിലായി വെച്ച് പോയത്, അതുകൊണ്ട് കുറച്ച് അടി കരിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ മിഡ് സെക്ഷനിൽ വെച്ച് 20 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ മിഡ് വേ നമുക്കിങ്ങനെ കാണാം ചിക്കനിലെ നെയ്യൊക്കെ പുറത്തേക്ക് ഇറങ്ങി നല്ല ബബിൾസ് ഒക്കെ വരുന്നുണ്ടാവും. ഇപ്പോൾ ഈ ടൈമിൽ വീട്ടിൽ മൊത്തം നല്ല സ്മെല്ല് വരുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങി. ലാസ്റ്റ് ഈ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ്സ് 200 ഡിഗ്രീസിൽ ഒന്നും കൂടെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ മേളിലുള്ള ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് അതാണ് നമ്മുടെ ബേക്കിംഗ് ടൈം. ഇത്രയും ഉള്ളൂ. നിങ്ങൾക്ക് അടിപൊളി ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ് നിങ്ങൾക്ക് റെഡിയായി. ഹോട്ടലിൽ പോയി വെറുതെ പൈസ കൊടുത്തത് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. ഞാനിതെങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിലേക്ക് ഈ കബാബ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തത് ഒരു 1-2 പീസ് വെക്കുക. അതിലേക്ക് ഒരു സാലഡും ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കിയ പോലത്തെ അതേ സാലഡ് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ അതിനോടൊപ്പം ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. ക്യാരറ്റും സവോളയും പച്ചമുളകും. അതിൻ്റെ മുകളിൽ ഈ സാലഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രീൻ ചട്നിയും കൂടി ഇതിലേക്ക് നല്ലോണം ഒഴിക്കുക. എന്നിട്ട് നമുക്കിതൊരു റാപ്പാക്കി കഴിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ മയോണൈസോ ഒക്കെ ആഡ് ചെയ്യാം. പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ബട്ട് ടേസ്റ്റി ഓപ്ഷനാണ്. സോ എവറിബഡി ഡു ട്രൈ ഇറ്റ് അറ്റ് യുവർ ഹോം. താങ്ക് യു.